ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ചാർട്ട് നോക്കി എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യും എന്നതിനെ പറ്റിയാണ്. നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഇന്നത്തെ ചാർട്ടിലാണ് ലെവൽസ് മാർക്ക് ചെയ്തിരുന്നത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസ് നാളെ മാത്രമല്ല അതിനുശേഷം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നാണ് നമ്മളിന്ന് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനായിട്ട് ഏറ്റവും കൂടുതൽ വോളി നടന്ന ഒരു ദിവസത്തെ ചാർട്ട് നമുക്ക് എടുക്കാം. അതിനുശേഷം ആ ഒരു വോളി നടന്ന ദിവസത്ത് നമുക്ക് ലെവൽസ് മാർക്ക് ചെയ്തിട്ട് ആ ദിവസത്തെ ലെവൽസ് അടുത്ത ദിവസങ്ങളിൽ എങ്ങനെയാണ് മാർക്കറ്റിൽ റിയാക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഇന്ത്യൻ ബാങ്കാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ബാങ്ക് നമുക്ക് കാണാൻ സാധിക്കും ജൂൺ 2 നല്ല രീതിയിൽ വോളിയം കയറി വന്നിട്ടുണ്ടായിരുന്നു. മറ്റ് ദിവസങ്ങളിൽ കമ്പയർ ചെയ്യുമ്പോൾ ജൂൺ 2 നല്ല രീതിയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ജൂൺ 2 5 മിനിറ്റ് ചാർട്ടിൽ ലെവൽസ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഇത് ജൂൺ 2 ചാർട്ടാണ്. അപ്പോൾ ഒരു ദിവസമാണ് നല്ല രീതിയിൽ വോളിയം കയറി വന്നിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ നിന്ന് വന്ന് നല്ല രീതിയിൽ അപ്സൈഡാണ് ആ ദിവസം പോയിരിക്കുന്നത്. ഇത് നമുക്ക് ഇതിൽ നല്ല രീതിയിൽ സപ്പോർട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടെ മാർക്കറ്റ് ഒരു റെസിസ്റ്റൻസ് ആയിരുന്നു, അതുപോലെ തന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ടായി. ഈ റെസിസ്റ്റൻസ് ആയിരുന്നു, അതിവിടെ ബ്രേക്ക് ചെയ്തു, വീണ്ടും ആ ലെവൽസ് തന്നെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ലെവൽസ് മാർക്ക് ചെയ്യാം. പിന്നെ നമുക്ക് ഈ ഒരു ലെവൽ മാർക്ക് ചെയ്യാം, കാരണം ഇതൊരു റെസിസ്റ്റൻസ് ആയിരുന്നു, താഴേക്ക് വന്നു, ഇത് കണക്ട് ചെയ്ത് മാർക്ക് ചെയ്യാം. ഇത് നമുക്ക് താഴേക്ക് നോക്കുകയാണെങ്കിൽ ആ ഒരു ദിവസത്തെ ഈ ഒരു ക്യാൻഡിൽ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെയും മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് ലെവൽസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ലെവൽസിന് താഴെയാണെങ്കിൽ നമ്മൾ സെല്ല് പോവും, മുകളിലാണെങ്കിൽ ബൈ പോവും. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസങ്ങളിൽ ഈ ലെവൽസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ലെവൽസിൽ ടച്ച് ചെയ്ത് മാർക്കിൻ്റെ റിയാക്ഷനാണ് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ജൂൺ 2 മുതൽ ഓഗസ്റ്റ് 14 വരെയുള്ള ബാക്ക് ടെസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഇതുവരെയുള്ള ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇത് നമ്മൾ വേറൊരു ലെവൽസ് ഒന്നും മാർക്ക് ചെയ്തിട്ടില്ല, ഈ ലെവൽസ് മാത്രമാണ്. അപ്പോൾ നിങ്ങൾ കണ്ടു ആ ഒരു ലെവൽസിൽ മാർക്കറ്റ് ടച്ച് ചെയ്ത് ബൗൺസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇത് ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇവിടെ ബ്രേക്ക് ഔട്ട് വന്നു, വീണ്ടും ആ ഒരു ലെവൽ തന്നെ സപ്പോർട്ട് എടുത്തിട്ടാണ് മാർക്കറ്റ് തിരിച്ചു കയറിയിരിക്കുന്നത്. നോൺ സ്റ്റോപ്പായിട്ട് മാർക്കറ്റ് തിരിച്ചു കയറി. ഇനി ഇവിടെയും കാണാൻ സാധിക്കും ആ ലെവൽസ് സപ്പോർട്ട് എടുത്തു, ഇവിടെ ബ്രേക്ക് ഔട്ട് ചെയ്തു, ഇവിടെ ഫെയിലായിട്ടുണ്ട്. പക്ഷേ ഇവിടെ അടുത്തതിൽ നമുക്ക് ബൈ നല്ല രീതിയിൽ പോയിട്ടുണ്ടായിരുന്നു. ഇവിടെ കാണാൻ സാധിക്കും, കണ്ടോ, ഇവിടെ നല്ല രീതിയിൽ സെല്ല് വന്നിരുന്നു, പക്ഷേ നല്ല രീതിയിൽ താഴേക്ക് പോയി.
ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ, സ്ട്രോങ് ആയിട്ടുള്ള ആ റെസിസ്റ്റൻസ് ലെവൽ. ഇവിടെ അത് ബൈ ആയിരുന്നു, വീണ്ടും സപ്പോർട്ട് എടുത്ത് കയറുന്നതാണ്. അതുകൊണ്ട് ഇവിടെ നമുക്ക് കാണാം സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തു, നല്ല വോളിയത്തിൻ്റെ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇവിടെയും കാണാൻ സാധിക്കും. ഇവിടെ സെൽ എൻട്രി ഉണ്ടായിരുന്നു. അതായത് ഇവിടെ സെല്ല് ചെയ്താൽ നമുക്ക് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ ക്യാൻഡിലിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസ് ഇടാം. അപ്പോൾ ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ഒക്കെ വരത്തുള്ളൂ, പക്ഷേ നമുക്ക് ടാർഗറ്റ് വരുമ്പോൾ നല്ല രീതിയിൽ താഴേക്ക് വരുന്നുണ്ട്. കാരണം ഇവിടെ സെല്ല്, ഇവിടെയും സെല്ല്, ഇവിടെയും ബൈ വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെയും ബൈ, ആണോ, ഇവിടെയും ബൈ ആയിരുന്നു. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും എക്സാക്റ്റ് ആ ലെവൽസിൽ ടച്ച് ചെയ്തിട്ടാണ് മാർക്കറ്റ് താഴേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഉണ്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ആ റെസിസ്റ്റൻസ് ലെവൽ ടച്ച് ചെയ്തിട്ടാണ്. കണ്ടോ ഇവിടെ സപ്പോർട്ട് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ സ്വിംഗ് ട്രേഡിംഗ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല രീതിയിൽ ഗ്യാപ്പൊക്കെ ഉള്ള ഏരിയ നോക്കിയാൽ മതി. അതായത് ഈ ഒരു ഏരിയ 620 619 ലെവൽ നല്ല ഗ്യാപ്പ് ഉണ്ട്, കാരണം നല്ല മുകളിലേക്ക് നല്ല ഗ്യാപ്പ് ഉണ്ട്. അതേപോലെ തന്നെ 637 636, കാരണം താഴേക്കാണെങ്കിലും ഇവിടെ നല്ല ഗ്യാപ്പ് ഉണ്ട്. ഓക്കെ, ഇവിടെ നിന്ന് കുറച്ചുള്ളൂ, പക്ഷേ ഈ രണ്ട് റേഞ്ചിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പോയിൻറ്റ്സ് കിട്ടുന്നതാണ്. കണ്ടോ, ഇവിടെ നമ്മൾ ജസ്റ്റ് കണ്ടോ, നമ്മൾ വേറൊരു ലെവൽസ് യൂസ് ചെയ്യാണ്ട് തന്നെ കണ്ടോ എക്സാക്റ്റ് അവിടെ സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ സപ്പോർട്ട് മാത്രമല്ല വോളിയം സ്പൈക്ക് കൂടി വന്നിട്ടുണ്ട്. കണ്ടോ, വോളിയം സ്പൈക്ക് വന്നതിന് ശേഷം നല്ല രീതിയിൽ കയറിപ്പോയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്ക് സപ്പോർട്ട് പ്ലസ് വോളിയം സ്പൈക്ക് കണ്ടോ, ഇത് ഡബിൾ കൺഫർമേഷനാണ്. കണ്ടോ, നമുക്ക് നല്ല എൻട്രി കിട്ടിയിട്ടുണ്ട്. കണ്ടോ, ഇവിടെയും കണ്ടോ, അത് നല്ല ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു, പക്ഷേ ബ്രേക്കൗട്ട് ചെയ്തു. ഇവിടെ സപ്പോർട്ട് എടുത്തു, തിരിച്ച് കയറി. സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്, കാരണം നമ്മളിവിടെ സെല് ചെയ്താൽ ഇവിടെ സ്റ്റോപ്പ് ലോസ് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ചെറിയ സ്റ്റോപ്പ് ലോസ് ആണ് വരുന്നത്, പക്ഷേ അധികം നല്ല രീതിയിൽ ബൈ സൈഡ് കയറി പോകുന്നുണ്ട്, അല്ലെങ്കിൽ സെൽ സൈഡ് നല്ല രീതിയിൽ പോകുന്നുണ്ട്. ആ ലെവൽസ് മെയിനായിട്ട് ഈ രണ്ട് ഗ്യാപ്പുള്ള ലെവൽസ് നോക്കിയാൽ മതി. കണ്ടു, ഇവിടെയൊക്കെ റെസിസ്റ്റൻസ് കറക്റ്റ് ഇവിടെ നിന്ന് വന്നിട്ട് ജസ്റ്റ് റെസിസ്റ്റൻസ് അടിച്ച് താഴേക്ക് വരാണ് ചെയ്യുന്നത്. കണ്ടോ, ഒരുപാട് എൻട്രീസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്, നല്ല എൻട്രീസ്. അതുപോലെ ജൂൺ 2-ാം തീയതിയിലത്തെ ആ ഒരു വോളിയം സ്പൈക്ക് വന്നിരുന്ന ദിവസത്തെ ലെവൽസ് മാർക്ക് ചെയ്ത് അത് ഓഗസ്റ്റ് 14-ാം തീയതി വരെ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ത്യൻ ബാങ്കിൽ നിന്ന് മനസ്സിലായി 638 636 ലെവൽ സ്ട്രോങ് റെസിസ്റ്റൻസും 620 619 ലെവൽ സ്ട്രോങ് സപ്പോർട്ടാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് 636 താഴെയാണെങ്കിൽ നമുക്ക് അതുപോലെ ഡൗൺ ട്രെൻഡാണെന്ന് മനസ്സിലാക്കാം. അതുപോലെ മാർക്കറ്റ് ഈ 620 മുകളിൽ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് അപ്സൈഡ് ആണെന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഓരോ ചാർട്ട് എടുക്കുക, അതിനകത്ത് ലെവൽസ് മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിപ്പോൾ അലർട്ടൊക്കെ സെറ്റ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആ അലർട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുമ്പോൾ നമുക്ക് ആ ഒരു മാർക്കറ്റ് ആ ഒരു സ്റ്റോക്സ് ആ ലെവൽസിൽ ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് അലർട്ട് കിട്ടും. ആ സമയത്ത് മാത്രം നമ്മൾ ആ ചാർട്ട് ഓപ്പൺ ചെയ്ത് ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ ഇന്ത്യൻ ബാങ്കാണ് സെലക്ട് ചെയ്തത്. ഇന്ത്യൻ ബാങ്കിൽ ജൂൺ 2-ാം തീയതി നല്ലൊരു വോളിയം സ്പൈക്ക് വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ആ ഒരു ദിവസത്തെ ലെവൽസ് മാത്രം മാർക്ക് ചെയ്തത്. അപ്പോൾ അടുത്തൊരു വോളിയം സ്പൈക്ക് വരുന്ന ദിവസം വരെ നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ലെവൽസ് കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു എങ്ങനെയാണ് ടെക്നിക്കൽ ലെവൽസ് മാർക്ക് ചെയ്യാമെന്ന്.
അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ വരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.